ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്ന ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ചകൾ ശുഭകരമാണെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ വിജയകരമായി ചർച്ച ചെയ്തുവെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കി. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫലം എന്തു തന്നെയായാലും തനിക്ക് ആശങ്കയില്ല എന്നും അമേരിക്ക വിജയിച്ചു കഴിഞ്ഞുവെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. നിയന്ത്രണങ്ങളോടെ തുറന്നുവെന്ന് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണങ്ങൾ തുറന്നുവെന്ന് IRGC അറിയിച്ചു. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. അത് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. അജയ് സുതാപിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകും. אג'יי, അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. המערכה טרם הסתיימה, אבל כבר עכשיו אפשר לקבוע בבירור. יש לנו הישגים היסטוריים. אני רוצה לזכור איפה היינו. איראן ניסתה ללפות אותנו בטבעת חנק. חמאס בעזה, חיזבאללה בלבנון, משטר אסד בסוריה, המיליציות בעיראק, החות'ים בתימן, איראן עצמה. זאת אומרת, הם רצו לחנוק אותנו, ואנחנו חונקים אותם. הם איימו עלינו בהשמדה, והם עכשיו נלחמים לשרוד. אנחנו הכינו בהם, יש לנו עוד מה לעשות. ഇസ്ലാമാബാദിലെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. There were multiple rounds where there were breaks in between negotiations. How often did you communicate with the president throughout those rounds, and what was he saying as you were going through these negotiations that you said fell short? Yeah, obviously we were talking to the president consistently. I don't know how many times we talked to him, a half dozen times, a dozen times over the past 21 hours. We obviously also talked to Admiral Cooper, to Pete, to Marco, to the entire national security team. We talked to Scott Bessent a number of times. So look, we were constantly in communication with the team because we were negotiating in good faith. And we leave here with a very simple proposal, a method of understanding that is our final and best offer. We'll see if the Iranians accept it. Thank you. അജയ് സുതാപിച്ചു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. അജയ്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും വലിയ നീട്ടിയുള്ള ഒരു വാർത്താ സമ്മേളനമൊന്നുമില്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. എന്താണെങ്കിലും എന്താണ് പ്രഖ്യാപിച്ചത്? ചർച്ച എങ്ങനെ പൂർത്തിയായി എന്നാണ് കരുതുന്നത്? എൽദോ, ഇപ്പോൾ ചർച്ചകളിൽ നിലവിൽ ഒരു ഫലവത്തായ അവസാനമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. JD വാൻസ് വ്യക്തമാക്കുന്നത് ഇറാൻ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തില്ല, അത് തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു വിശദീകരണമാണ് JD വാൻസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഒരു ചർച്ചയിലൊരു ഇരുപക്ഷത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു അവസാനത്തിലേക്ക് എത്താനായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ന്യൂക്ലിയർ റൈറ്റ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇവയൊന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് JD വാൻസ് ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കുന്നത്. ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നും JD വാൻസ് പറയുന്നുണ്ട്. ഇവയെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷം പിന്നീട് വിശദമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം നടത്തും എന്നും അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ നിമിഷം പറയാനാകുന്നത് ചർച്ചകളിൽ ഒരു ഫലവത്തായ അവസാനം ഉണ്ടായിട്ടില്ല. ചർച്ചകളിൽ ഒരു നയതന്ത്രപരമായി ഒരു സമാധാന നീക്കം ഇതിൽ കണ്ടെത്താനായില്ല എന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. ഈ ചർച്ചകൾ 16 മണിക്കൂറാണ് നീണ്ടുനിന്നത്. 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് JD വാൻസ് നിലവിൽ മാധ്യമങ്ങളെ കണ്ട് US-ന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് വന്ന വിശദാംശങ്ങൾ അവയെല്ലാം ശുഭകരം തന്നെയായിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞത് വിവിധ വിഷയങ്ങൾ വിജയകരമായി തന്നെ ചർച്ച ചെയ്തു. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈയുടെ ഭാഗത്ത് നിന്നുള്ള വാർത്താക്കുറിപ്പും പുറത്തു വന്നിരുന്നു. ഇതിൽ ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കിയിരുന്നത് വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയം, അതുപോലെ തന്നെ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യം, അതുപോലെ വിവിധ ഈ ഉടമ്പടികൾ, അതുപോലെ ഇറാന് മേലുള്ള വിവിധ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയായതായിട്ടാണ് ഇറാൻ്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ തൻ്റെ ആ ഒരു വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായി എടുത്തു പറഞ്ഞിരുന്നത്
വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US ചില കാര്യങ്ങളിൽ പിടിവാശികൾ തുടരുകയാണ്. ഇരുപക്ഷത്തു നിന്നുള്ള പരസ്പര വിശ്വാസവും സഹകരണവും കൊണ്ട് മാത്രമേ ഈ ചർച്ചകൾ വിജയകരമായി അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ US ഇത്തരത്തിലുള്ള ചില കടുംപിടുത്തങ്ങൾ അവ ഒഴിവാക്കണമെന്നും ഇസ്മായിൽ ബഗേയി തൻ്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇത് തന്നെ ഒരു സൂചനയായിരുന്നു. അതായത് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങൾ ഇറാനും അജയ്, അപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു, ആ ചർച്ച അത് പൂർണ്ണമായില്ല, ചർച്ചയിൽ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് JD വാൻസ് പ്രഖ്യാപിച്ചത്. അതായത് സമാധാനം എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അകലെ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിൽ ഒരു ചർച്ചയിൽ ഒരു ഫലവത്തായ ഒരു അവസാനം കാണാനായില്ല എന്ന് തന്നെയാണ് JD വാൻസ് വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പരിഹാരം കാണാതെ പോയത് എന്ന് അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം നിലവിൽ സൂചന നൽകുന്നത് ഈ ആണവോർജം സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഉൾപ്പെടെ നിലവിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US-ന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല ഒരു ഓഫറാണ് ഇറാന് മുന്നിലേക്ക് വെച്ചത്. എന്നാൽ അവർ അത് തള്ളിക്കളയുകയായിരുന്നുവെന്നും JD വാൻസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ മാധ്യമങ്ങളോട് നിലവിൽ വെളിപ്പെടുത്തിയുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും ട്രംപുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം വിശദീകരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുൻപേ നമുക്ക് പ്രതികരണം ലഭിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ചർച്ചയുടെ ഫലം എന്തായാലും അമേരിക്കയ്ക്ക് വിഷയമല്ല, അമേരിക്ക ഈ യുദ്ധം പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞു, നിലവിൽ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാകുന്നത്. ഹോർമുസ് കടലെടുക്ക് അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങൾ അല്ല അജയ്, അപ്പോൾ ഏതൊക്കെ നിബന്ധനകളാണ് ഇറാനെ സ്വീകാര്യമല്ലാതെ പോയത് എന്നുള്ളതാണ് അതിൽ നമ്മൾ കരുതേണ്ടത് എങ്ങനെയാണ്? മാത്രമല്ല, അപ്പോൾ പാകിസ്ഥാന്റെ ഈ ഇടപെടൽ അതും വിജയിച്ചില്ല എന്നുള്ള കാര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും. പാകിസ്ഥാൻ പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ച് മുൻപേ വരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ചർച്ചകൾ അത് വിജയകരമായി തുടരുന്നു എന്നാണ്. ഇപ്പോൾ ഈ ചർച്ച ഇത്രയധികം മണിക്കൂറുകൾ നീണ്ടു നിന്നു, അതും പല നല്ല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ, അതായത് മീഡിയേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് 16 മണിക്കൂറുകളാണ് ഈ ചർച്ച നീണ്ടു നിന്നത്. രാത്രി വൈകിയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി വൈകിയും ഈ ചർച്ചകൾ നീണ്ടു നിന്നു. അതുകൊണ്ട് തന്നെ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇത് അവസാനിക്കുമെന്നുള്ളത്. എന്നാൽ JD വാൻസ് നിലവിൽ ഒരു അവസാനമില്ല, ഒരു എഗ്രിമെന്റിൽ എത്താൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചർച്ചകൾ തുടരും എന്നുള്ള തരത്തിലുള്ള സൂചനകളും JD വാൻസ് നിലവിൽ നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, പരസ്പരം ഒരു തെറ്റിയല്ല പിരിഞ്ഞത്, ഒരു ഇനി മുൻപോട്ട് ഈ ചർച്ചകൾ കൊണ്ടുപോകും എന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. എന്നാൽ ഇനി എന്ത് തരത്തിലുള്ള ചർച്ചകളാകും നടക്കുക, ഇനി എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നുള്ള സൂചനകളൊന്നും നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമായിട്ടില്ല. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി തന്നെ വ്യക്തമാക്കിയിരുന്ന US ചില കാര്യങ്ങളിലുള്ള ഒരു കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സൂചന ലഭിച്ചിരുന്നു. പല കാര്യങ്ങളിലും ഇപ്പോഴും ഒരു തീരുമാനമാകാതെ നിലനിൽക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇപ്പോഴും തർക്കവിഷയമായി തുടരുന്നു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ JD വാൻസ് തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഈ ചർച്ചകളിൽ ഒരു ഫലവത്തായ അവസാനമുണ്ടാക്കാൻ സാധിച്ചില്ല, ചർച്ചകളിലൊരു ഫലമുണ്ടായില്ല, അതായത് ഈ ഒരു സമാധാന നീക്കം അത് കൊണ്ടുവരാനായില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെയുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഈ ചർച്ചകൾ അവർക്ക് ഫലം എന്തു തന്നെ ആയാലും അമേരിക്കയ്ക്ക് അതിൽ കൊണ്ട് യാതൊരു നേട്ടവും അതുപോലെ കോട്ടവും ഇല്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനുമായി ചർച്ച നടത്താൻ ചില രാജ്യങ്ങൾക്ക് ധൈര്യമില്ല, അപ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ ഒരു അവകാശവാദമായിരുന്നത്. എന്തായാലും ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ IRGCയുടെ ഭാഗത്ത് നിന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രണങ്ങളോടെ തുറക്കുമെന്നുള്ളതാണ്. അതായത് അവിടെ നിലവിലുണ്ടായിരുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് നിയന്ത്രണങ്ങളോടെ ഇറാന്റെ അനുമതിയോടെ എല്ലാ കപ്പലുകൾക്കും അതുവഴി യാത്ര ചെയ്യാം, പക്ഷേ സൈനിക കപ്പലുകൾക്ക് മേഖലയിലൂടെ യാത്ര ചെയ്യാനാകില്ല എന്നും IRGCയുടെ പ്രസ്താവനയുണ്ടായിരുന്നു. അതിനിടെ US-ന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം
സ്ഥിരീകരണം വന്നിരുന്നു. ട്രംപും ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഈ കുറച്ച് ഒരു സീ മൈനുകൾ വിന്യസിച്ചിരുന്നു. അപ്പോൾ ഈ സീ മൈനുകൾ കപ്പലുകൾക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ നിശ്ചയിച്ച ഒരു പ്രത്യേക പാത, അതായത് ഇറാന്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു ദ്വീപിന്റെ വടക്ക് ഭാഗത്തു കൂടി യാത്ര ചെയ്യണം എന്നൊരു നിർദ്ദേശമായിരുന്നു IRGC കപ്പലുകൾക്ക് നൽകിയിരുന്നത്. ഇത് തീർച്ചയായിട്ടും കപ്പലുകൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഒരു US കപ്പൽ ഇറാന്റെ കണ്ണിൽപ്പെടാതെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു ചെന്ന് ഈ സീ മൈനുകൾ എല്ലാം നീക്കം ചെയ്തതായിട്ട് USന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിരുന്നു. ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതേ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഈ സീ മൈനുകൾ അമേരിക്ക നശിപ്പിച്ചതായി. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല, അമേരിക്ക അനാവശ്യമായ ചില കാര്യങ്ങൾ അത് കൊട്ടിഘോഷിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും ഇത്തരം സീ മൈനുകൾ നീക്കം ചെയ്തു, അതുകൊണ്ട് തന്നെ ഹോർമുസിലെ ഭീഷണി അത് പൂർണ്ണമായി അകന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയുടെ നിലവിലുള്ള അവകാശവാദം. ഇതിൽ ഔദ്യോഗികമായി മറ്റ് സ്ഥിരീകരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അത് വീണ്ടും തുടരും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഞങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ അവരെയും അവരുടെ സഖ്യകക്ഷികളെയും തിരിച്ചു ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇനിയും തുടരും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. ഇതിന് ഒരു വിശദീകരണവുമായി അദ്ദേഹം ഇറാന്റെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ ഹിസ്ബുള്ള ഗ്രൂപ്പും അതുപോലെ തന്നെ ഹൂതികളിലുമുള്ള യമൻ അതുപോലെ തന്നെ ലെബനൻ തുടങ്ങിയിട്ട് വിവിധ രാജ്യങ്ങളുടെ മാപ്പ് അദ്ദേഹം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ വിശദീകരിക്കുകയായിരുന്നു. അത് ഇനിയും തുടരും എന്നുള്ള ഒരു വിശദീകരണമാണ് നെതന്യാഹു നൽകുന്നത്. കഴിഞ്ഞ ദിവസവും തെക്കൻ ലെബനിലുള്ള ഈ ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിനോടകം അവിടുത്തെ മരണസംഖ്യ അത് വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു എന്നതാണ് നിലവിൽ മനസ്സിലാക്കാനും സാധിക്കുന്നത്.